സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് എന്ന് കരുതിയിട്ട് നമുക്ക് തോന്നിയ പോലെ കറണ്ട് ഉപയോഗിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കാണുന്ന ചിലരുണ്ട്. കാരണം നമ്മളൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ നമുക്ക് തീരെ ബില്ല് വരില്ല എന്ന് കരുതിയിട്ട് തോന്നിയ പോലെ കറണ്ട് ഉപയോഗിക്കും. ഞാൻ അവരെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇതൊരു റോങ് ഇൻഫർമേഷൻ ആയിട്ട് കാണരുത്. കാരണം സോളാർ ചെയ്താൽ നമുക്കൊരു ഫിക്സഡ് ചാർജ് എന്തായാലും വരും. അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ലോഡിൻ്റെ ഒരു ഫിക്സഡ് ചാർജ് നമുക്ക് എന്തായാലും വരുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെ ആവശ്യത്തിനുള്ള പ്ലാന്റ്, അതായത് നമ്മളെ കൺസെപ്ഷന് അനുസരിച്ചുള്ള ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനെക്കാട്ടിയും കുറച്ചുകൂടി കൂട്ടി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിലവിലെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് നോക്കിയിട്ട് നമ്മുടെ ഒരു പ്ലാന്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതികളൊക്കെ അങ്ങോട്ട് മാറും. കാരണം നമ്മുടെ മൈൻഡിൽ ആ ഒരു സംഘം കയറി കഴിഞ്ഞു, ഇതിന് ഉപയോഗിച്ച കറണ്ട് ബില്ല്, ആ കെയറിങ് അങ്ങോട്ട് മാറും. അപ്പോൾ അധിക പേരും, ചില ആൾക്കാരൊക്കെ ഞങ്ങളോട് ചോദിക്കാറാണ്, ഞങ്ങൾ സോളാർ ചെയ്തിട്ട്, അപ്പോൾ അവരുടെ ബില്ല് നോക്കുമ്പോൾ ഉണ്ടാവും പറഞ്ഞതിനെക്കാട്ടി എത്രയോ കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ബില്ല് വന്നിരിക്കുന്നത്. അപ്പം ഒരു പ്ലാന്റിന് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള. നമുക്ക് തിരുവനന്തപുരത്ത് പോകണം, ഒരു 500 രൂപയുടെ പെട്രോൾ അടിച്ച് വിചാരിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുക. അപ്പോൾ നമ്മളെ ആവശ്യത്തിനുള്ള, നമ്മുടെ നീഡ് എന്താണോ അതിനറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി.